രാഹുൽ മാങ്കൂട്ടത്തിൽ MLA മുൻകൂർ ജാമ്യാപേക്ഷ തള്ളി എന്നുള്ളതാണ്. രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ പീഡന പരാതിയിൽ പെൺകുട്ടി നൽകിയ പരാതിയിൽ അതിൽ മുൻകൂർ ജാമ്യം നൽകണമെന്ന ഹർജി ഇപ്പോൾ തള്ളിയിരിക്കുന്നു എന്നുള്ള സുപ്രധാനമായ വിവരം കോടതിയിൽ നിന്ന് ലഭിക്കുന്നു. അങ്ങനെയെങ്കിൽ ഇനി രാഹുലിന് രക്ഷയില്ല. രാഹുലിനായി കൂടുതൽ ബലവിരിച്ചിരിക്കുന്ന പോലീസ് രാഹുലിലേക്ക് ഉടൻ തന്നെ എത്തും എന്നുള്ള വിവരങ്ങൾ ഒക്കെയാണ് നിലവിലിപ്പോൾ പുറത്തുവരിക. എന്നാലും കോടതി 2 ദിവസം നീണ്ടുനിന്ന വാദപ്രതിവാദത്തിന് ശേഷമാണ് നിലവിൽ ഇപ്പോൾ ജാമ്യ ഹർജി തള്ളാനുള്ള തീരുമാനത്തിലേക്ക് എത്തിയിരിക്കുന്നത്. കൂടുതൽ രേഖകൾ പ്രോസിക്യൂഷൻ സമർപ്പിച്ച രേഖകൾ ഉൾപ്പെടെ പൂർണ്ണമായും പരിശോധിച്ച ശേഷമാണ് ഇപ്പോൾ കോടതിയുടെ ഭാഗത്തു നിന്നുള്ള നിർണായകമായ വിധി പ്രസ്താവം ഉണ്ടായിട്ടുള്ളത്. കൂടുതൽ വിശദാംശങ്ങൾ എന്തായാലും വന്നുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ. തുടർച്ചയായ വാദങ്ങൾ, ഒപ്പം തന്നെ രേഖകൾ പരിശോധിക്കണമെന്ന ആവശ്യം, കൂടുതൽ രേഖകൾ നൽകണം എന്ന ആവശ്യം, അതെല്ലാം പരിഗണിച്ച് അതെല്ലാം വീണ്ടും പരിശോധിച്ച് ഏറ്റവും അവസാനം ജഡ്ജ് ഒരു തീരുമാനത്തിലേക്ക് എത്തിയിരിക്കുന്നു. രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ ജാമ്യ ഹർജി നിലവിൽ തള്ളിയിരിക്കുന്നു എന്നുള്ളതാണ്. പ്രതിഭാഗം ആവർത്തിച്ചാവശ്യപ്പെട്ടത് ഈ ജാമ്യം നൽകണം, അറസ്റ്റ് തടയണം എന്നുള്ള ആവശ്യമായിരുന്നു ഉന്നയിച്ചിരുന്നത്. ഇന്ന് രാവിലെ അറസ്റ്റ് തടയണമെന്നാവശ്യപ്പെട്ട് വീണ്ടും ഒരു ഉപഹർജി കൂടി നൽകുകയും ചെയ്തു. ആ 2 ഹർജികളും തള്ളിയിരിക്കുന്നു കോടതി എന്നാണ്. അറസ്റ്റും ഒപ്പം തന്നെ മുൻകൂർ ജാമ്യ ഹർജിയും തള്ളി രാഹുലിനെ അറസ്റ്റ് ചെയ്യാമെന്ന തീരുമാനത്തിലേക്ക് ആണ് ഇപ്പോൾ കോടതി വിധി പറഞ്ഞിരിക്കുന്നത് എന്നുള്ളതാണ്